മലയാളികളുടെ ഇഷ്ടപ്പെട്ട താരകുടുംബത്തിലെ അംഗങ്ങളാണ് പൂർണിമയും പൂർണിമയുടെ സഹോദരിയും. പൂർണിമ ഇന്ദ്രജിത്ത് മാത്രമല്ല, പൂർണിമയുടെ സഹോദരിയും സോഷ്യൽ മീഡിയയിലടക്കം തരംഗമായിട്ടുള്ളൊരു താരമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയാണ് എന്ന് നമുക്ക് എടുത്തു പറയാം. ഇപ്പോഴിതാ പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാർത്തകൾക്കിടയിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറുകയാണ് പൂർണിമയുടെ സഹോദരിയുടെ ഒരു അപകടം. താരം തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. അറിഞ്ഞ ആരാധകരെല്ലാവരും തന്നെ ഞെട്ടുകയായിരുന്നു, കാര്യങ്ങൾ ചോദിച്ചെത്തുകയായിരുന്നു. എയർപോർട്ടിൽ നിന്ന് മടങ്ങുകയായിരുന്നു ഈ അപകടം സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. തലയ്ക്ക് ഒരു മരവിപ്പായിരുന്നുവെന്നും പയ്യനായിരുന്നു ഓടിച്ചിരുന്നതെന്നും ഇപ്പോൾ അനുജത്തിയും അതുപോലെ അനുജത്തിയുടെ ഭർത്താവ് നിഹാൽ പിള്ളയും പറഞ്ഞെത്തുകയാണ്. ഗോവ ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ ഇരുവരും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു എന്നാണ് പറയുന്നത്. നിഹാൽ തന്നെയാണ് ബ്ലോഗിലൂടെ ഇക്കാര്യങ്ങൾ എല്ലാവരുടെയും പറയുന്നത്. ആദ്യം ഒന്ന് പേടിച്ചുവെന്നും അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ തന്നെ പറ്റുന്നില്ലെന്നും ഒരു മരവിപ്പാണ് എന്നുമാണ് പറയുന്നത്. അപകടം സംഭവിക്കുമ്പോൾ എന്താണ് ഇനി അടുത്തത് എന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചു പോയാൽ നമ്മൾ വളരെ സ്റ്റക്കായിരിക്കും. അങ്ങനൊരു മരവിച്ച അവസ്ഥ, തണുത്തുറഞ്ഞൊരവസ്ഥ അതായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നതെന്ന് നിഹാൽ വ്യക്തമാക്കുന്നു. ഇടിയുടെ ആഘാതത്തിൽ പ്രിയയുടെ നടുവിന് നിഹാലിന് തലയ്ക്കും ചെറിയ വേദനയുണ്ടായി എന്ന് പറയുന്നുണ്ട്. വീട്ടിലേക്ക് തിരികെ പോകുന്നതിനിടയിൽ വണ്ടി നല്ലൊരു ഇടി ഇടിച്ചിരുന്നു. അതിന് ചെറിയ ഷോക്കിലാണ് ഞങ്ങളെന്നും എന്തൊരു ഇടിയായിരുന്നുവെന്നും സീറ്റ് ബെൽറ്റ് ഇട്ടത് കൊണ്ട് ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല എന്നുമാണ് താരദമ്പതികൾ പറയുന്നത്. സിഗ്നലിന് വണ്ടി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ബാക്കിൽ ഒരു പയ്യൻ നല്ല സ്പീഡിൽ വന്ന് ഇടിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഡ്രൈവർ ബ്രേക്കിൽ തന്നെ കാല് വെച്ചതുകൊണ്ട് ഞങ്ങളുടെ വണ്ടി മുന്നിലേക്ക് വാഹനത്തിൽ മറ്റൊന്നും പോയി ഇടിച്ചില്ല. നല്ല സ്പീഡിൽ നിന്ന് വന്നുള്ള ഇടിയായതുകൊണ്ട് തന്നെ ബ്രേക്കിൽ കാല് വച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ മറ്റൊരു വാഹനത്തിൽ ചെന്ന് ഇടിക്കുകയും ഞങ്ങളുടെ വാഹനം ഇതുപോലെ തന്നെ വലിയ ആഘാതത്തിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നേനെ. എന്നാൽ അതൊന്നും സംഭവിച്ചില്ല എന്നും ഭാഗ്യം കൊണ്ടാണെന്നും പറയാം. കാരണം ബമ്പർ ചുളുങ്ങിപ്പോയത് നമ്മൾ ഇപ്പോഴത്തെ ഇടിയിൽ തന്നെ ശ്രദ്ധിച്ചു. പെട്ടി എടുക്കാൻ പറ്റുന്നില്ലെന്നായിരുന്നു. ഒരുപാട് നേരം ഇടിച്ച ശേഷം ഡിക്കി തുറന്ന് പെട്ടി പുറത്തെടുക്കുകയും ചെയ്തുവെന്ന് പറയാം. ലൈറ്റ് അടക്കം പോയിട്ടുണ്ടായിരുന്നു. നിർത്തിയിടാതെ കാർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എങ്കിലും വലിയൊരു അപകടമായി മാറിയേനെ. അപകടം നടന്ന സമയത്തും ഒന്നും അനുഭവപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ തലയിൽ ഒരു മരവിപ്പൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. പ്രിയയ്ക്ക് തലയ്ക്ക് കുഴപ്പമില്ല, പക്ഷെ നടുവിന് വേദനയുണ്ട്. ഇടി കിട്ടിയ ഉടനെ ഒന്നും തോന്നില്ല. 2-3 ദിവസം എടുക്കും ആ വേദനയെല്ലാം ഒന്ന് പുറത്തു വരണമെങ്കിൽ. കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്. എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ മറക്കാതെ സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കാറിന്റെ പുറകുവശം പൂർണ്ണമായും നശിച്ചു. ബോഡി മുഴുവൻ അകത്തേക്ക് പോയി. നന്നാക്കിയെടുക്കാൻ നല്ലൊരു എക്സ്പെൻസ് വരും. അതാണ് ഇപ്പോൾ പറയാനുള്ളത്. കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ചുള്ള വാക്കുകളെല്ലാം നിഹാലും പ്രിയയും പങ്കുവെക്കുന്നുണ്ട്. പൂർണിമയുടെ സഹോദരി എന്ന നിലയിൽ മാത്രമല്ല, സ്വന്തം അഭിനയത്തിലൂടെയും അതുപോലെ വ്ളോഗിങ്ങിലൂടെയും സോഷ്യൽ മീഡിയയിലും തരംഗമാണ് പ്രിയ. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ താരത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാൻ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഓടി എത്താറുമുണ്ട്. ഓരോ പ്രേക്ഷകരും പങ്കുവെക്കുന്ന വാർത്തകൾക്കായി കാതോർത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് പ്രിയയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.